ഈ ഒരു മെഡിറ്റേഷന് മുൻപ് നിങ്ങൾക്ക് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം സെലക്ട് ചെയ്യാവുന്നതാണ്. ആരും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു സ്ഥലം സെലക്ട് ചെയ്യുക ഈ മെഡിറ്റേഷന് വേണ്ടി. ഇത് രാവിലെ എണീറ്റ ഉടനെയോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പോ ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ നിങ്ങൾക്ക് നല്ലൊരു ഹീലിംഗ് ഇഫക്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഡീപ്പായൊരു ശ്വാസം എടുക്കുക. ഇൻഹേൽ. ആ ശ്വാസത്തെ കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക. അതിനുശേഷം കംപ്ലീറ്റായി ശ്വാസം പുറത്തേക്ക് വിടുക. ഒന്നുകൂടെ അങ്ങനെ തന്നെ ചെയ്യുക. ഇൻഹേൽ, എക്സേൽ. പതുക്കെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ പുരികത്തിന് നടുവിലുള്ള, രണ്ട് പുരികത്തിൻ്റെയും നടുവിലുള്ള തേർഡ് ഐ ചക്രയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്നുകൂടെ ആ സ്ഥലത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡീപ്പായി ഇൻഹേൽ ചെയ്യുക. ഇൻഹേൽ, എക്സേൽ. ഇപ്പം നിങ്ങൾ തികച്ചും നിങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. തികച്ചും ശാന്തമായിരിക്കുകയാണ്. പതുക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷ്വലൈസേഷനിൽ ഒരു നീണ്ട മണ്ണിട്ട പാത കാണാൻ പറ്റുന്നതാണ്. ആ മണ്ണിട്ട വഴിയിലൂടെ നിങ്ങൾ പതുക്കെ നടക്കുകയാണ്. അവിടെ നിറയെ പുല്ലുകൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. ആ വഴിയിൽ മുഴുവൻ പുല്ലുകളുണ്ട്. നനവുള്ള പുല്ലുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ട് സൈഡിലും നിറയെ പൂക്കളും മരങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ മണം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. പതുക്കെ പതുക്കെ നിങ്ങൾ ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാണ്. പതുക്കെ നടക്കാൻ ശ്രമിക്കുക. അങ്ങനെ നടന്ന് നിങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു ഭംഗിയുള്ള ഒരു വീടിൻ്റെ മുന്നിലാണ്. ആ വീടിലേക്ക് കടക്കാൻ വേണ്ടി അവിടെ ചെടികൾ കൊണ്ടുണ്ടാക്കിയ ഒരു വേലി നിങ്ങൾക്ക് കാണാം. ഒന്ന് ഡീപ്പായി ഇൻഹേൽ ചെയ്യുക. ഇൻഹേൽ, ശ്വാസം പുറത്തേക്ക് വിടുക. ചുറ്റുമുള്ളതൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പതുക്കെ ആ വേലിയുടെ ഉള്ളിലൂടെ, പതുക്കെ ആ വേലിയുടെ ഒരു വാതിലുണ്ട്, അത് തുറന്നുകൊണ്ട് നിങ്ങൾ ഉള്ളിലേക്ക് കടക്കുകയാണ്. നിറയെ പൂക്കളുള്ള ഒരു മുറ്റം നിങ്ങൾക്ക് കാണാം ആ വീടിൻ്റെ മുന്നിൽ. അങ്ങനെ നിങ്ങൾ നടന്ന് മുന്നോട്ട് നടക്കുമ്പോൾ വീടിന് 3 പടികൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പടികൾ. ആ പടികൾ നിങ്ങൾ പതുക്കെ കയറുകയാണ്. അതിനെ ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ ആ പടികൾ കയറി വീടിൻ്റെ ഡോറിൻ്റെ മുന്നിലെത്തി നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആ ഡോറിൻ്റെ ഹാൻഡിലിനെയൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പതുക്കെ നിങ്ങൾ ആ ഡോറ് തുറന്നുകൊണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അതിനെ ഫീൽ ചെയ്യുക. അത്രയും ശാന്തമായിട്ടുള്ള വീട്, അതിനെ നിങ്ങൾ ഫീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ പതുക്കെ ആ വീടിനുള്ളിലൂടെ നടക്കുകയാണ്. വളരെ സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് ആ വീടിനുള്ളിൽ. വളരെ ശാന്തവും സമാധാനവും തരുന്ന ഒരു സ്ഥലം. അങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ കാണുകയാണ് അവിടെയുള്ള ഒരു സോഫയിൽ ഒരു കുഞ്ഞു കുട്ടി ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം.
തല കുനിച്ച് എന്തോ കുറച്ച് വിഷമത്തിലിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുകയാണ് ആ കുട്ടീനെ കാണുമ്പോൾ. ആ ഒരു കുട്ടീനെ അവിടെ ഫീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും വിജനമായിട്ടുള്ള ആരില്ലാത്ത ഈ സ്ഥലത്തുള്ള ഈ വീട്ടിൽ എന്താണ് ഈ കുട്ടി തനിയെ എന്ന് നിങ്ങൾ ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിങ്ങൾ പതുക്കെ ആ കുട്ടിയുടെ അടുത്ത് പോയിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണിപ്പോൾ. കുട്ടിയുടെ തോളിൽ നിങ്ങളൊന്ന് തൊടുന്നു. കുട്ടി നിങ്ങളെ തല ഉയർത്തി നോക്കുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ ആ കുട്ടിയുടെ കണ്ണുകളിൽ മുഴുവൻ നിങ്ങൾക്ക് എന്തൊക്കെയോ വിഷമങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പതുക്കെ ആ ഒരു കുഞ്ഞിനെ സ്നേഹത്തോടെ നിങ്ങൾ ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് അത് നിങ്ങളുടെ തന്നെ ചെറിയ വേർഷനാണ്, നിങ്ങളുടെ കുട്ടി വേർഷനാണ് നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അത്ഭുതത്തോടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് അതിനെ ഫീൽ ചെയ്യുക. ആ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, എന്താ നീ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആദ്യമൊന്നും അവനതിന് അല്ലെ അവളതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. വീണ്ടും നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുകയാണ് ആ കുഞ്ഞ്. അവൻ അനുഭവിച്ച ഒറ്റപ്പെടലിനെ കുറിച്ച്, വിഷമങ്ങളെക്കുറിച്ച്, ഇൻസൾട്ടുകളെക്കുറിച്ച്, അങ്ങനെ പല പല കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയുന്നു. അതിനെ ഫീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ കേട്ടുകൊണ്ട് നിങ്ങൾ പതുക്കെ അവനെ അല്ലെങ്കിൽ അവളെ ഇറുക്കി ഒന്ന് ഹഗ് ചെയ്യുകയാണ്. നെഞ്ചോട് ചേർത്ത് ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ് ആ കുട്ടീനെ. അവൻ കരയുന്നുണ്ട്. മുഖത്ത് നോക്കിയ കരയുന്നത് കാണാം. കണ്ണുകളൊന്ന് തുടച്ചു കൊടുക്കാം. കവിളിലൊരു ഉമ്മ കൊടുക്കാം. അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുക. അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനോട് പറയുക, നിനക്ക് ഞാനില്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ട് നിൻ്റെ ലൈഫിൽ വേണ്ടതൊക്കെ തരാൻ, എന്തായാലും സ്നേഹമായാലും നിനക്കുള്ള എന്ത് കാര്യങ്ങളും നടത്തി തരാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാനുണ്ട് എന്നൊരു ഉറപ്പ് ആ കുഞ്ഞിന് നിങ്ങൾ കൊടുക്കുകയാണ്. പലപ്പോഴും നീ വിഷമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിനക്കൊരു ആവശ്യം വരുമ്പോൾ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷേ ഇന്ന് ഈ നിമിഷം മുതൽ ഞാൻ നിനക്ക് വാക്ക് തരികയാണ്, നിൻ്റെ ഓരോന്നിനും ഞാനുണ്ട് നിൻ്റെ കൂടെ. അത് പറഞ്ഞുകൊണ്ട് അവനെ അല്ലെങ്കിൽ അവളെ ഒന്നുകൂടെ ഹഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പം നിങ്ങൾ വീണ്ടും ആ കുട്ടിയുടെ മുഖത്ത് നോക്കുകയാണ്. മുഖത്ത് ഭയങ്കര സന്തോഷം കാണാം, ആത്മവിശ്വാസം കാണാം. എനിക്ക് ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് കാണാം മുഖത്ത്. അതിനൊക്കെ ഫീൽ ചെയ്യുക. അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് ആ കുട്ടിയെ നിങ്ങളുടെ നെഞ്ചിലേക്ക് ചേർത്ത്, ഹൃദയത്തിലേക്ക് ചേർത്ത്, ആ ഹൃദയത്തിലേക്ക് അവനെ അല്ലെങ്കിൽ അവളെ ചേരുന്നതായി വിഷ്വലൈസ് ചെയ്യും. ഇനി ഒന്ന് ഡീപ്പായി ഒന്ന് ഇൻഹേൽ ചെയ്യുക. ഇൻഹേൽ, ഒന്നുകൂടെ എക്സേൽ ചെയ്യുക. എക്സേൽ. പതുക്കെ ആ സന്തോഷം, ആ കുട്ടിക്ക് കിട്ടിയ സന്തോഷത്തെ ഫീൽ ചെയ്തുകൊണ്ട് കൈകൾ രണ്ടും കൂട്ടിത്തരുമ്പോൾ
ആ ചൂട് കണ്ണുകളിൽ വെക്കുക. നിങ്ങൾ ഓക്കെ ആകുമ്പോൾ പതുക്കെ കണ്ണ് തുറക്കുക.